കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ വികസനത്തിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപനം. ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴും വികസിത ഭാരത് സ്വപ്നവുമായി മുന്നോട്ടു പോകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 2025 ബജറ്റ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം. ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വില കുറയും. 9 ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി രഹിത കയറ്റുമതി പട്ടികയിലേക്ക്. ലിഥിയം അയൺ ബാറ്ററികളുടെ വില കുറയും. ലിഥിയം അയൺ ബാറ്ററി ഉൽപാദനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 38 മൂലധന ഉൽപ്പന്നങ്ങൾ കൂടി നികുതികളിൽ നിന്ന് ഒഴിവാക്കി. കാർഷിക മേഖലയ്ക്ക് പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ്. സംസ്ഥാനങ്ങളുമായി ചേർന്ന PM ധൻധാന്യ കൃഷി യോജന നടപ്പാക്കുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം. കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള 100 ജില്ലകൾ ആദ്യഘട്ടത്തിൽ. പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ സ്റ്റോറേജ് കൂട്ടും. 1.7 കോടി കർഷകർക്ക് ഗുണഫലം. ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തും. കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനം ലക്ഷ്യം. കാർഷികോൽപാദനം മെച്ചപ്പെടുത്തും. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് പ്രയോജനം ലഭിക്കും. 6 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ കുറച്ചു. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് TDS-ഉം TCS-ഉം ബാധകമാക്കി. അതേസമയം രാജ്യം പുതിയ ആദായ നികുതി നയത്തിലേക്കെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പുതിയ ബില്ല് അടുത്തയാഴ്ച. ഇൻഷുറൻസ് മേഖലയിൽ 100% പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിലേക്ക്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 74% നിന്ന് 100%ആക്കി. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. രാജ്യത്തിന്റെ വികസനത്തിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു.